പകലിൻ്റെ ബദ്ധപ്പാടുകൾക്ക് ശേഷം അല്പം വേറിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ, അവൻ്റെ വിലയേറിയ വചനം പരിചിന്തനം ചെയ്യുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. സഭ അതിനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ സഭയോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വീട്ടിൽ പനിയുടെ പ്രയാസങ്ങൾ മക്കൾക്കും ഒക്കെ നേരിട്ടതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് വിമുക്തനാകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിലുള്ള ഈ അപാകത നിങ്ങൾ സാദരം ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളൊന്നുമല്ല, വചനം ക്ലാസ് എടുക്കുന്ന ആളല്ല. എന്നാൽ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ കർത്താവിനെ കണ്ടുമുട്ടാനും, അതുപോലെ ഞങ്ങളുടെ സഭയിൽ സൺഡേ സ്കൂൾ അതുപോലെയുള്ള യുവജന ശുശ്രൂഷകളിൽ നിന്നൊക്കെയുള്ള സഭായോഗങ്ങളിലുള്ള ഗുണഭോക്താവായിട്ട് തീരുവാനായിട്ട് അതിൽ ലഭിച്ച പരിശീലനം മുഖാന്തരം ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം വ്യക്തിപരമായി പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അങ്ങനെ തിരുവെഴുത്തുകൾ വായിക്കുകയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ചെറുപ്പം മുതലേ എനിക്കുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സഭയിൽ ലഭിക്കുന്ന അവസരങ്ങളിൽ ഞാൻ പ്രയോജനപ്പെടുത്താറുണ്ട്. അങ്ങനെ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനവും പത്രോസ് എഴുതിയ 1-ാം ലേഖനവും ഇത് പ്രകാരം ഞങ്ങളുടെ സഭയിൽ വിചിന്തനം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അത് കേട്ടറിഞ്ഞ മറ്റു അയൽ സഭകളിലുള്ള സഹോദരങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 2-3 സഭകളിൽ പോയി ആ പഠിച്ച കാര്യങ്ങൾ അവരോടും പങ്കുവയ്ക്കാൻ ഇടയായിട്ട് ഒഴിച്ചാൽ ബാക്കി എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. മാത്രമല്ല, എന്നെക്കുറിച്ച് ഭാവിക്കേണ്ടതിന് മീതെ നിങ്ങൾ ഭാവിച്ച് ഉയരണമെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പണ്ഡിതനല്ല. ഒരു ധ്യാനാത്മകമായ പഠനമാണ് ഈ 7 ആഴ്ചകൾക്കുള്ളിൽ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ യൂദയുടെ ലേഖനത്തിൽ നിന്ന് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ളത് മീഡിയ വഴിയും അതുപോലെ തന്നെ സാധാരണ പുസ്തകങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ പരിശോധിക്കാനിടയായിട്ട് തീർന്നു. പല നിലകളിൽ അവരതിനെക്കുറിച്ച് പഠിച്ചത് ഞാൻ വായിച്ചു. അപ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്കെല്ലാവർക്കും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ വന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ അധിവസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മളും ഈ വചനം പഠിക്കുമ്പോൾ അങ്ങനെ ദേവദാസന്മാർ പഠിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ യൂദയുടെ ലേഖനത്തെ പോലെ തന്നെ മറ്റു പുസ്തകങ്ങളുണ്ടെങ്കിലും നമുക്കും പ്രകാശനം ലഭിക്കും. അത് ഞാൻ തിമോഥെയോസിൻ്റെ ലേഖനം പഠിച്ചപ്പോഴും പത്രോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ അനുഭവിച്ചു. അപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ ഈ യൂദയുടെ ലേഖനം വായിക്കാനിടയായി തീർന്നപ്പോൾ കർത്താവേ, ഇതിലൂടെ മറ്റു ദേവദാസന്മാർക്ക് എത്ര മനോഹരമായിട്ടാണ് അവർക്ക് ലഭിച്ച പ്രകാശനം രേഖയാക്കി കമൻട്രികളായിട്ടും വ്യാഖ്യാന ഗ്രന്ഥങ്ങളായിട്ടും നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇതിലൂടെ എന്നോടും കർത്താവ് സംസാരിക്കണം. അങ്ങനെ തന്നെ എനിക്കും ലഭിക്കുന്ന പ്രകാശനങ്ങൾ എനിക്ക് കുറിച്ചു വയ്ക്കാൻ ഇടയാകണം, അത് അനുസരിക്കാൻ ഇടയാകണം. ആ ഉത്കടമായ ആഗ്രഹത്തോടെയാണ് ഞാനിത് പഠിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു വേർഷനാണ് ഈ യൂദയുടെ ലേഖനം നിങ്ങൾക്ക് വരും ദിവസങ്ങൾ അനുഭവിക്കാൻ സാധിക്കുക. യൂദയുടെ ലേഖനം ഒരു ഹ്രസ്വ ലേഖനമാണ്. ഇന്ന് ക്ലാസ് പ്രധാനമായിട്ടും ആമുഖം മാത്രമാണ്. തുടർന്ന് വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് വേദപുസ്തകത്തിലെ നമുക്കറിയാം, ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിക്കുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കും. അത് തയ്യാറാക്കിയതാണ് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമത്, ഈ യൂദയുടെ പുസ്തകം നമുക്കറിയാം
65-ാമത്തെ പുസ്തകമാണ്. തിരുവഴുത്തിൽ 66 പുസ്തകങ്ങളാണുള്ളത്. അതിൽ 65-ാമത്തെ പുസ്തകമാണ് യൂദയുടെ ലേഖനം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ എത്രാമത്തെ പുസ്തകമാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. 26-ാമത്തെ പുസ്തകമാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം. പുതിയ നിയമത്തിൽ 27 പുസ്തകമാണുള്ളത്. യൂദ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെളിപ്പാട്, അങ്ങനെയെങ്കിൽ 26-ാമത്തെ പുസ്തകം. അടുത്തതായിട്ട് ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചതാണ്, പിന്മാറ്റക്കാരുടെ പ്രവൃത്തികൾ എന്നാണ് ആ വ്യാഖ്യാതാവ് ഈ പുസ്തകത്തെ, ഈ ലേഖനത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതിന് കാരണം പിന്മാറ്റക്കാരുടെ ജീവിതത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അതിനാൽ നിറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യാഖ്യാനം പറഞ്ഞിരിക്കുകയാണ്, ഈ യൂദയുടെ ലേഖനം എന്ന് പറയുന്നത് പിന്മാറ്റക്കാരുടെ പ്രവൃത്തികളാണ് എന്നുള്ളത്. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്നാണ്. പുതിയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം. ഇതും ഒരു കമന്റേറ്റർ വ്യാഖ്യാതാവ് തന്റെ ഗ്രന്ഥത്തിൽ കുറിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ, ദൈവജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം അതാത് സമയങ്ങളിൽ ന്യായാധിപന്മാരെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ദൈവം തൻ്റെ ദാസനായ യൂദയിലൂടെ പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉപയോഗിച്ച മനോഹരമായ ലേഖനമായിട്ട് ഇതിരിക്കുന്നത് കൊണ്ട് ഇതിനെ ന്യായാധിപന്മാരുടെ പുസ്തകം പുതിയ നിയമത്തിൽ എന്നുള്ളത് അറിയപ്പെടും. മാത്രമല്ല, തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ സാർവത്രിക ലേഖനങ്ങൾ, പൊതുലേഖനങ്ങളിൽ പെടുന്നതാണ് ഇതെന്നുള്ളത് പ്രാരംഭമായി മുഖവരയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുൻപ് തിരുവഴുത്തുകൾ ലേഖനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളായിട്ട് 14 എണ്ണവും, നേരത്തെ നമ്മൾ പറഞ്ഞുവല്ലോ സാർവത്രിക ലേഖനങ്ങൾ 5-ാമത്തെ കുറിപ്പായിട്ട് സാർവത്രിക ലേഖനങ്ങൾ, പൊതുലേഖനങ്ങൾ എന്ന് പറയുന്ന 7 എണ്ണം, അങ്ങനെ 21 ലേഖനങ്ങൾ പുതിയ നിയമത്തിലുള്ളത് നമുക്കറിയാം. അറിവുള്ളതാണ്, ഒരു ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സാധാരണ ക്രമത്തിൽ പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം എഴുതിയെടുക്കണം ഒരു നിർബന്ധവുമില്ല. രണ്ടാമതായിട്ട് ലേഖനങ്ങളെ നമുക്ക് ഇങ്ങനെയും തരം തിരിച്ച് അതിൻ്റെ വിഷയത്തെ ആസ്പദമാക്കി പഠിക്കാനായിട്ട് സാധിക്കും. അത് കൃഷ്ണനൊന്ന് പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഭാവി കാലത്തോടുള്ള ബന്ധത്തിലുള്ള ലേഖനങ്ങൾ തിരുവഴുത്തിൽ കാണാം. രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ സുവ്യക്തമായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ലേഖനങ്ങൾ നമുക്ക് കാണാം. പ്രതിവാദപരമായിട്ടുള്ളത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നാം എന്തുകൊണ്ടാണ് ഇന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ക്രിസ്തു ശാസ്ത്രപരമായിട്ടുള്ളതും സഭാശാസ്ത്രപരമായിട്ടുള്ള ലേഖനങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞാനത് മുഖവരയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് എഴുത്തുകാരൻ ആരാണെന്ന് നോക്കാം. എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് 1-ാമത്തെ വാക്യം വായിച്ച് അതിലേക്ക് വരാം. എഴുത്തുകാരൻ, യൂദയുടെ ലേഖനം 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ഓക്കെ, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പോൾ എഴുത്തുകാരൻ ആരാണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ആ യൂദയ്ക്ക് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളിൽ നിന്ന് ന്യായമായി ഒരു കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഈ യൂദയെ കൂടാതെ മറ്റു യൂദന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിൽ പൊതുവായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ പേരുകളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാം. പ്രത്യേകിച്ച് അതിൽ നിന്നുള്ള പാഠങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തേത് നമുക്കറിയാം, ഇസ്കറിയോത്ത യൂദയ. ആ യൂദയെല്ലാം ഇത് എഴുതിയത്. ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അദ്ദേഹം ഒരു വ്യക്തിയോട് ചോദിച്ചു, ഈ യൂദയുടെ ലേഖനം എഴുതിയത് ആരാണ്?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇസ്കറിയോത്ത യൂദയാണ്. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ, കാരണം 25 വാക്യങ്ങളുള്ള കൊച്ചു ലേഖനമാണ് യൂദയുടെ ലേഖനം. അത് ചെറിയ ലേഖനമാകാൻ, ഹ്രസ്വ ലേഖനമാകാൻ കാരണം താൻ ഞാൻ ചത്തി കളഞ്ഞത് കൊണ്ട് എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് ഒരു തമാശയായിട്ട് ആ പ്രസംഗകൻ പറഞ്ഞത് ഞാൻ കേട്ടത് ഓർക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇസ്കറിയോത്തായ യൂദയല്ല ഇത് എഴുതിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു യൂദ യാക്കോബിന്റെ സഹോദരനായ യേശുവിന്റെ ശിഷ്യനായ യൂദയാണ്, അദ്ദേഹവുമല്ല. മറ്റൊരു യൂദയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബർശബാസ് എന്ന യൂദയാണ്, അദ്ദേഹവുമല്ല. മറ്റൊരു യൂദ ദമസ്കോസുകാരനായ യൂദയാണ്, അദ്ദേഹവുമല്ല. മറ്റൊരു യൂദയെ കുറിച്ച് പുതിയ നിയമത്തിൽ കാണുന്നത് ഗലീലക്കാരനായ യൂദ. മറ്റൊരു യൂദ നമ്മുടെ യാക്കോബിന്റെയും കർത്താവിന്റെ സഹോദരനായ യൂദയാണ്. എന്നാൽ ഇവിടെ ഇത് എഴുതിയത് ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്ന അത് 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ സഹോദരനായ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇസ്കറിയോത്ത യൂദയല്ല എന്നുള്ളത് ഞാനൊന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രാരംഭമായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് ചില വ്യക്തികളെ കുറിച്ചൊക്കെ നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നാണ് ഞാനത് പറയുന്നില്ല. അടുത്തതായിട്ട് ഈ എഴുത്തുകാരൻ്റെ പ്രത്യേകത ഒന്നും പറഞ്ഞ് അതിലൂടെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും ഈ ലേഖനം പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആത്മീയ വർധനവ്, നിങ്ങളുടെ പ്രബോധനം, ആശ്വാസം, അങ്ങനെയാണ് ഞാൻ ഈ ലേഖനങ്ങളൊക്കെ പഠിച്ച് പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ആത്മീയ വർധനവിനും നമ്മുടെ പ്രബോധനത്തിനും നമ്മുടെ ആശ്വാസത്തിനും ഉതകുന്ന സത്യങ്ങൾ അത് ഒന്ന് പരാമർശിച്ചു പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് പറഞ്ഞു പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഓക്കെ, എഴുത്തുകാരുടെ പ്രത്യേകതകളായിട്ട് ഒന്നാമത് പറയുന്നത് 1-ാം വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. ഈ പദപ്രയോഗങ്ങളിൽ നിന്ന് ഒരു സത്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിലെനിക്ക് പ്രകാശനമുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ഈ എഴുത്തുകാരനുള്ള ഒന്നാമത്തെ പ്രത്യേകത? നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു പക്ഷെ അത് തന്നെ ആവണമെന്നില്ല ഞാൻ പറയാൻ പോകുന്നത്. എന്നാലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. അത് ഞാൻ പിന്നീട് പറയുന്നത് അതൊരു നല്ല പോയിന്റാണ്. ഓക്കെ, അത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുമുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പദമാണ് യൂദ. യൂദ എന്നുള്ള പദത്തിന്റെ അർത്ഥം സ്തുതി. അപ്പോൾ സ്തുതി എന്നുള്ള പദം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം ആരാധനയുടെ ചിത്രമാണ്. ആരാധനയുടെ ചിത്രം മാത്രമല്ല, ഈ തിരുവഴുത്തിലെ മനോഹരമായ ഒരു ഡോക്സോളജി, ഒരു സ്തുതിഗീതം ഈ യൂദയുടെ ലേഖനത്തിലുണ്ട്. യൂദയുടെ ലേഖനത്തിന്റെ അവസാന 2 വാക്യങ്ങൾ ദൈവത്തെ മനോഹരമായി കീർത്തിച്ചുകൊണ്ടുള്ള, സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഡോക്സോളജിയുടെ കൂടെ, ഒരു സ്തുതിഗീതത്തോടു കൂടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം, ഒരു പാഠം ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അത് നിങ്ങളുമായിട്ടൊന്ന് പറയുകയാണ്. എഴുത്തുകാരൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പഠിക്കുന്നത് ആരാധിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. ആരാധിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് ഇത്ര വലിയ പാടാണോ? ആരാധിക്കുക എന്നുള്ളത് അത്ര എന്താ പറയാ, വലിയ പാടാണ്. അതെ, ഞാൻ ഈ വർഷം ജനുവരി മാസത്തിൽ ഞാൻ എടുത്തൊരു പുതിയ തീരുമാനമായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഈ വിശ്വാസ കോളത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് യാന്ത്രികമായിട്ട്, മെക്കാനിക്കലായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനം ധ്യാനിക്കണം, കൊയത്തേക്ക് എടുക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് അത് ഞാൻ ശീലിക്കുന്നുണ്ട്. പക്ഷേ അതൊരു മെക്കാനിക്കലായിട്ട്, ഒരു യാന്ത്രികമായിട്ട് മാറുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ ഞാനത് അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് വേറെ രീതി അവലംബിച്ചു. അങ്ങനെ അവലംബിച്ചപ്പോൾ ജനുവരി മാസത്തിൽ ഞാൻ വായിച്ച 2 വേദഭാഗങ്ങൾ ഈ സത്യം ഇത്രയ്ക്കും പ്രസക്തമാണോ എന്നുള്ളത്
എന്നെ ചിന്തിപ്പിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് വലിയ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. ഉപയോഗിച്ച് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു വിഷയമാണ്. എന്നാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവത്തിൻ്റെ ആത്മാവ് പ്രഭാത ധ്യാനത്തിൽ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്നോട് സംസാരിച്ചത്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് 2-3 കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അടുത്ത ആശയത്തിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനാണ് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ ആരംഭിച്ചു. ഓക്കെ, നമുക്കറിയാം പുതിയ നിയമത്തിലുള്ള ആ സത്യങ്ങൾ പഴയ നിയമത്തിലുള്ള സത്യങ്ങൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മളത് മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇവിടെ ഹോമയാഗം കഴിച്ചു എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള ഒരു മനോഹരമായ ചിത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ ആരാധനയുടെ മനോഹരമായ പാഠങ്ങൾ, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് നമുക്കിതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ ഇതിൽ നിന്ന് പഠിക്കുന്നത്? ഇതിൽ നിന്ന് പുതിയ നിയമവിശ്വാസികളായ കൃപായുഗത്തിൽ ജീവിക്കുന്നവരായ നമ്മൾ പഠിക്കേണ്ട ആരാധനയോടുള്ള ബന്ധത്തിലുള്ള ഒരു പ്രധാന പാഠം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഹോമയാഗം കഴിക്കുക എന്ന് പറയുന്നത് ആരാധിക്കുക എന്നുള്ളതാണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പം എന്താ ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എന്ത് പാഠമാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളത്? ആരാധനയെക്കുറിച്ച് എന്ത് പാഠമാണ്, പ്രായോഗിക പാഠമാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്? ഞാനതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് അറിവുള്ളതാണല്ലോ. ആ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 2-ാം വാക്യത്തിൽ അടിസ്ഥാനത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അനുസരണമാണ്. യെസ്. ത്യാഗപൂർണമാണ്. യെസ്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. അനുസരണത്തിലും അത് തന്നെയാണ്. അവിടെ അതിൽ നിന്ന് സഹായിച്ച പദം നീ സ്നേഹിക്കുന്ന നിന്റെ. ആരാധന എന്ന് പറയുന്നത് എന്നോട് അന്ന് എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവത്തിന് കൊടുക്കുക. കേവലം ഞായറാഴ്ച വന്ന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് മാത്രമല്ല ആരാധന എന്നുള്ളത് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദിനംതോറും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ആരാധന. ദിവസവും ഈ വർഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് റോമാലേഖനം 12:2 വായിക്കുന്നത് ജീവനുള്ള യാഗം. അപ്പോൾ ഈ ജീവനുള്ള യാഗം അല്ലെങ്കിൽ ഈ ആരാധന എങ്ങനെ നമ്മിൽ നടക്കാം? ഓരോ ദിവസവും എനിക്ക് ഇഷ്ടമുള്ളതിനെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുക. ഇവിടെ അബ്രഹാം ചെയ്തത് എന്താ? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ മകനാണ്. ആ പ്രിയ മകനെ ദൈവത്തിന് കൊടുക്കുകയാണ്. അതിൽ നിന്നുള്ള തത്വം എന്താ? എന്ത് പാഠമാണ് ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? ഞാൻ ഏറ്റവും പ്രിയമായിട്ട് കാണുന്ന എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെ, പ്രധാനമായിട്ടും അത് തന്നെയാണല്ലോ സ്വന്തം ഇഷ്ടങ്ങൾ. ഈ സ്വന്തം ഇഷ്ടങ്ങളെ മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് ആരാധന. അത് ദൈവം വിലമതിക്കുന്നതാണ്. അബ്രഹാമിന് ആ രീതിയിലുള്ള നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു ദൈവം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കേവലം സ്തുതിസ്തോത്രയാഗങ്ങൾ ഒരു യാന്ത്രികമായി ഒരു ഇമോഷണലായിട്ട് വരുന്നത് മാത്രമല്ല. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇമോഷണലാകും, സത്യമാണ്. അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടപ്രകാരം ജീവിച്ച് സ്വന്തം ഇഷ്ടത്തിനും ലേഖനത്തിൽ പൗലോസിന്റെ പ്രയോഗം വളരെ മനോഹരമാണ്. ജഡത്തിനും മനോവികാരങ്ങൾക്കും
നിങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിച്ചിട്ട് ഞായറാഴ്ച വന്ന് ഞാൻ ആരാധിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ദൈവത്തിന് അതിൽ പ്രസാദമില്ല. അതുകൊണ്ട് ദിവസവും ആരാധിക്കുന്നവരായി ഞാൻ നിങ്ങളെ തീരണം. അത് കേവലം ദൈവം മഹത്വമുള്ളവനെന്ന് പറയുക മാത്രമല്ല, സ്വന്തം ഇഷ്ടത്തിന് മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അതത്ര എളുപ്പമല്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ യാഗങ്ങൾ അർപ്പിക്കുക എളുപ്പമാണോ? അല്ല, വളരെ ചെലവുള്ളതാണ്. ഒരു മൃഗത്തെ വിലയ്ക്ക് വാങ്ങി അത് അർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ചെലവുള്ളതാണ്. അതിനേക്കാൾ ചെലവാണ് സ്വന്തം ഇഷ്ടത്തിന് മരിച്ചുകൊണ്ട് ജീവിക്കുക, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത്. അത് ദിനംതോറും നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് വരുന്ന സ്തുതി സ്തോത്രങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളൂ. അല്ലെങ്കിൽ നാം വ്യാമോഹത്തിലാണ്, നാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലാണ്, യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് എന്നുള്ളത് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും ഇതിന് സമാനമായ ഒരു കാര്യം കാണാം. അതും ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സത്യത്തിന്റെ പ്രസക്തി എത്ര മാത്രമുണ്ട് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കാനാണ്. 2 ശമൂവേൽ 24:24. രാജാവ് അരസനയോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഹോമയാഗം കഴിക്കുകയില്ല. അപ്പൊ നമുക്കറിയാം അത് ആരാധനയുടെ ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ദാവീദിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്, ഞാൻ പശ്ചാത്തലം പറയുന്നില്ല. ദാവീദ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആരാധന കഴിക്കുകയില്ല. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, നേരത്തെ അഭിമോൻ ഓർപ്പിച്ചതുപോലെ, ത്യാഗപൂർണമായ ചെലവ് കൊടുത്തുകൊണ്ടുള്ള, വില കൊടുത്തുകൊണ്ടുള്ള, സ്വന്തം ഇഷ്ടത്തെ മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതിൽ നിന്നുയരുന്ന സ്തുതി സ്തോത്രങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളൂ. അതല്ലാതെ ഒരു പക്ഷേ സഹോദരിമാർ വളരെ ശാന്തമായിട്ടായിരിക്കും ആരാധിക്കുന്നത്. പക്ഷെ അവരുടെ ഒരാഴ്ചയിലത്തെ ജീവിതം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ട് നാം ഒന്ന് ആരാധിച്ചാൽ ദൈവത്തിന് പ്രസാദമല്ല. സഹോദരന്മാരിൽ പക്ഷെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരാഴ്ചക്കാലം തോന്നിയതുപോലെ ജീവിച്ചിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു സത്വം, ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യൂദയെ സംബന്ധിച്ച് നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യനായിട്ട് തീരുക, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് 1-ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നസ്രായൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അത്ര അഭിമാനമോ സ്റ്റാറ്റസോ ഒന്നും ഫസ്റ്റ് സെഞ്ചുറിയിലില്ല. ഒരു നസ്രായൻ എന്ന് പറഞ്ഞാൽ അവനൊരു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവനാണ്. അങ്ങനെ അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് ഞാനും വരുന്നു എന്ന് പറയത്തക്ക രീതിയിൽ യൂദ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വില കൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ തന്റെ ജീവിതം തന്നെ ഒരു ആരാധനയുടെ ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്നും ദാവീദിന്റെ ജീവിതത്തിൽ നിന്നും അത് ആ സത്യം ഓർപ്പിച്ചുണർത്തുകയാണ്. ഞാൻ സ്കൂൾ തുറന്നത് തിങ്കളാഴ്ചയാണ്, ഉച്ചവരെ ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ഒരു പീരീഡ് ക്ലാസ് നടന്നത്, ബാക്കി 3 പീരീഡ് ഫ്രീ കിട്ടുന്നതിൻ്റെ എൻ്റെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാനൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊണ്ടുപോകും. ഞാനത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തിന് വായിക്കും. അന്ന് ഞാൻ സ്നേഹത്തിൻ്റെ പിൻവഴി എന്ന് പറയുന്ന പുസ്തകവും കൂടെ കൊണ്ടുപോയിരുന്നു. അതിൽ എസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ നിന്ന് ആ എഴുത്തുകാരൻ എഴുതിയ ഒരു ആലോചന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ തനതായ ചിത്രം എസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ൽ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മുന്നോട്ട് പോകും. എസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം അവിടെ എങ്ങനെയാണ് കാണുന്നത്? അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുരക്കുക എന്ന് പറഞ്ഞു.
ഞാൻ ചുവർ കുത്തിത്തുടർന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകന്നുപോയി മാത്രമല്ല, ദൈവത്തിൻ്റെ ജനത്തെ നയിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ ഇടയന്മാർ, ദൈവജനത്തിൻ്റെ ഇടയന്മാർ, മൂപ്പന്മാർ, അവരും കുടുംബവും അകന്നുപോയി. അവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായിട്ട് തീരും. എന്നാൽ അതോടൊപ്പം തന്നെ അവർ ദൈവാലയത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ അവരെ വീണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, നിങ്ങൾ പോകുന്ന ഈ പാത ശരിയല്ല എന്ന് പറയാനായിട്ട് യെഹെസ്കേലിനെ ദൈവം എഴുന്നേൽപ്പിച്ച ചിത്രമാണ്. അങ്ങനെ പല പല രംഗങ്ങൾ കടന്ന് ഒരു രംഗം, അതാണ് 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ദൈവാലയത്തിൽ കടന്ന് അതിന്റെ ചുവർ കുത്തി തുറക്കാൻ പറയാണ്. ചുവർ കുത്തി തുറന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, ഈ ജനത്തിന്റെ നേതാക്കന്മാരും ആ കുടുംബവും ഒക്കെ അവർ രഹസ്യമായി വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ്. എന്നാൽ അതേസമയം പരസ്യമായി യഹോവയെ ആരാധിക്കുക. ഇത് വായിച്ചപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ചിത്രമായിട്ട് എനിക്കത് മനസ്സിലാക്കാനിടയായിട്ട് തരും. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് തന്നെ ഒരു വിഗ്രഹമാണ്. പലപ്പോഴും അനേക യെഹെസ്കേൽമാരെ കർത്താവ് ഈ ആലയത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ ജനത്തിന്റെ ആ ശോചനീയമായ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടും ഹൃദയം കഠിനമായിട്ട് അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ ഇപ്പോഴും രഹസ്യ ജീവിതത്തിൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരായി ദൈവത്തിന്റെ ജനം തീർന്നു. നമ്മുടെ ഒരു ചിത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് ഈ യൂദ എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ, അതിന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അത്ര പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നേരത്തെ ആദ്യം പറഞ്ഞ കാര്യമാണ് 1:1 തന്നെ പറയുന്നത് ദാസൻ. ഒരാൾ പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ദാസൻ. അപ്പൊ ദാസൻ എന്നുള്ളത് താഴ്മയുടെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എഴുത്തുകാരന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം താഴ്മയുള്ളവനായിരുന്നു. ഇത് വളരെ പ്രസക്തമാണോ? അതെ, ഇത് വളരെ പ്രസക്തമാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നതുകൊണ്ട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ചില പരാജയമുള്ള ഒരു ക്രിസ്തീയ ജീവിതം മുന്നിൽ വന്നു. പുറമേ ഒന്നും അതില്ല, പക്ഷെ ചില പാപങ്ങളെ ജയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാനിതിവിടെ ഒരു ദൈവജന ശുശ്രൂഷയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൽ നിന്നൊരു മോചനം നേടാൻ എങ്ങനെ സാധിക്കും, ഇങ്ങനെ തന്നെയാണോ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ പ്രായോഗികമായി എങ്ങനെ ദിനംതോറും വിജയിക്കുന്ന ഒരവസ്ഥ വരാൻ സാധിക്കും. അപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പത്രോസിന്റെ ലേഖനം പഠിക്കാനിടയായിട്ട് തീർന്നത്. 1 പത്രോസ് 5 അതിൻ്റെ 5-ാം വാക്യത്തിന്റെ അവസാനം പകരം തന്നെ വായിക്കാം. ഞാനിവിടെ ഓൾറെഡി അത് ശുശ്രൂഷിച്ചിട്ടുണ്ട്. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പൊ അതിനു മുൻപ് നിഗളികളോട് എതിർത്ത് നിൽക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം എന്നിൽ താഴ്മയില്ലാത്തതാണ്. അതിന്റെ മറുവശം, എന്നിൽ നിഗളമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ വീഴുന്നുവോ അപ്പോഴൊക്കെ എന്നിൽ നിഗളമുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ ഞാൻ എപ്പോഴും ഭക്തനാണെന്ന് അടിച്ചു ജീവിക്കുകയാണ്. പക്ഷേ പരാജയപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ നിഗളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഴുന്നത്. പക്ഷേ ഗുരുതരമായ സോക്കോൾഡ് പാപങ്ങളിൽ വീഴാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷേ രഹസ്യമായി ചിന്താ മേഖലകളിലൊക്കെയുള്ള പരാജയം, പക്ഷെ അതിനെനിക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചു. അത് സാധിച്ചത് എന്നിൽ നിഗളമുണ്ട് കർത്താവേ, എൻ്റെ സ്വന്തം ശക്തി എനിക്കത് സാധിക്കില്ല, നീ തന്നെ സഹായിക്കണം. അങ്ങനെ താഴ്മ വന്നപ്പോൾ കൃപ ലഭിച്ചു. കൃപ എന്ന് പറയുന്നത് ശക്തി. ആ ശക്തി പാപത്തെ അതിജീവിക്കാൻ ഇടയായിട്ട്. അപ്പോഴാണ് റോമർ ലേഖനം 6-ാം അധ്യായത്തിൽ, അത് ഞാൻ അന്ന് ഇവിടെ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് വന്നപ്പോൾ പറഞ്ഞതാണെങ്കിലും എനിക്കത് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ സന്തോഷമുണ്ട്. ഞാൻ ഇന്നും അത് അനുഭവിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ധൈര്യത്തോടെ ഞാനത് സാക്ഷിക്കുന്നു. റോമർ 6:14 നമുക്കുള്ള ഒരു വാഗ്ദത്തമാണ്. റോമർ 6:14 യൗവനക്കാരായ മക്കൾ കാണാപ്പാടം പഠിക്കേണ്ട ഒരു വാക്യമാണ്. റോമർ 6:14 നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ത് അധീനരാകിയ
പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഒരു വാക്തത്വമാണ്. എന്താ വാക്തത്വം? രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല, അല്ലെങ്കിൽ പാപം യജമാനൻ ആയിരിക്കുകയില്ല. പാപം യജമാനൻ ആയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം കൃപയ്ക്ക് കീഴിലല്ല. ഇവിടെ പറയുന്നത് കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പത്രോസ് പറഞ്ഞു ഓർക്കണം, താഴ്മയുണ്ടെങ്കിൽ കൃപ ലഭിക്കും. കൃപയ്ക്ക് കീഴിലാണെങ്കിൽ നമുക്ക് നമ്മിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. പാപം എന്നിൽ കർത്തൃത്വം നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ കൃപയ്ക്ക് കീഴിലല്ല എന്ന് വെച്ചാൽ എന്നിൽ നിഗളമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ അന്വർത്ഥമാകണം. നമുക്കറിയാം, നമ്മൾ വാക്തത്വങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരിക്കൽ സഹോദരിമാരുടെ ക്യാമ്പിൽ ഡോക്ടർ വർഗീസ് ജോൺസ് വന്നപ്പോൾ പറഞ്ഞത്, അത് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ആ ക്ലാസ് പിന്നീട് കേൾക്കാനിടയായിട്ട് അതിന് അദ്ദേഹം പറഞ്ഞൊരു ദൃഷ്ടാന്തം ഇപ്പോഴെന്നെ മനസ്സിലുണ്ട്. നമുക്കൊക്കെ വാക്തത്വങ്ങൾ ഇഷ്ടം, അതിനൊരു ചോദന വശമുണ്ട്, അത് അണ്ടർലൈൻ ചെയ്യും. പിന്നെ അദ്ദേഹം യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടും എന്നുള്ളതെല്ലാം ചോദന വശമുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ട് വട്ടൊക്കെ വരച്ച് വയ്ക്കും. മുമ്പേ അവിടെ രാജ്യം അതോടുകൂടി നിങ്ങൾക്ക് കിട്ടും. ആ കിട്ടും എന്നുള്ളത് നമ്മൾ വരച്ചു വയ്ക്കും. പക്ഷേ അതുപോലെയുള്ളൊരു വാക്തത്വമാണ് ഈ വാക്തത്വം. എന്താണ് ഈ വാക്തത്വത്തിൽ പറയുന്നത്? അനുദിന ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പാപം ഭരണം നടത്തുകയില്ല. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ. രക്ഷിക്കപ്പെടാത്തവർക്ക് അത് സാധിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് പുതിയൊരു യജമാനന്റെ കീഴിലാണ്. രക്ഷിക്കപ്പെടാത്തവർ പാപം എന്ന യജമാനന്റെ കീഴിലാണ്. പാപം എന്ന യജമാനന്റെ കീഴിലാണെങ്കിൽ പാപത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തകളും അവരെ അന്വേഷിച്ചില്ല. എന്നാൽ അതിൽ നിന്ന് ക്രൂശിലെ രക്തത്താൽ യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്തിന്റെ ആ ദിവ്യമായ സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. അത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന വാക്തത്വം പോലെ ഉള്ള ഒരു വാക്തത്വമാണ്. എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വാക്തത്വം അന്വർത്ഥമാകുന്നുണ്ടോ? ഭൂരിഭാഗം വിശ്വാസികളും ഇല്ല എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് പുരോഗതി വരാൻ ഇടയായിട്ട് തീർന്നത് ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ്. എന്താ മനസ്സിലാക്കിയത്? നാം പാപത്തിൽ വീഴുന്നുവെങ്കിൽ നിഗളം നമ്മിലുണ്ട്. കൃപ നമുക്ക് അനുദിനം ലഭിക്കുന്നില്ല. കൃപ ലഭിക്കുന്നില്ലെങ്കിൽ പാപം നമ്മിൽ കർത്തൃത്വം നടത്തും. പാപം കർത്തൃത്വം നടത്താത്ത ഒരു ജീവിതമാണ് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മിലുള്ള നിഗളത്തെ വെടിയുവാനിടയായിട്ട് മറ്റൊരു അപകടം അവിടെ പഠിച്ചെന്താണെന്ന് അറിയാമോ? നമ്മിൽ നിഗളമുണ്ടെങ്കിൽ നമ്മുടെ എതിർ സൈഡ് ആരാണ്? ദൈവമാണ്. നമുക്കറിയാം, ഒരു കരുത്തനായ വ്യക്തി എതിരാളിയായിട്ട് നമ്മുടെ മുന്നിൽ വന്നാൽ ഞാനൊക്കെ വന്ന് ഞാൻ താടിയായിട്ട് പോകും. എന്നാൽ സാക്ഷാൽ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമ്മുടെ എതിരാളിയാണ്. എപ്പോ? നാം നിഗളത്തോടുകൂടി ജീവിക്കും. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് നമ്മൾ ലാഘവത്തോടെ എടുക്കുന്നതാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം പുരോഗതിയില്ലാത്തത്, നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മുടെ എൽഡേഴ്സിന് കീഴ്പ്പെട്ടിരിക്കാൻ നമുക്ക് സാധിക്കാത്തത്. നമുക്കൊരു പക്ഷേ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം, അത് സ്നേഹത്തിൽ അവർ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ നമ്മൾ ദൈവം വെച്ച അധികാരത്തിന് കീഴടങ്ങി ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. സമൂഹത്തിലായാലും, സൊസൈറ്റി, കുടുംബത്തിലായാലും, അത് തൊഴിലിടങ്ങളിലായാലും ദൈവമാണ് സകലത്തിനും അധികാരം വെച്ചിരിക്കുന്നത്. ആ അധികാരത്തിന് കീഴടങ്ങാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിഗളം എന്ന മനോഭാവം തമ്മിലുള്ളതുകൊണ്ട്. നിഗളത്തെ പറിച്ച് മാറ്റിക്കളഞ്ഞ് കൃപ നമ്മൾ താഴ്മയുള്ളവരായിട്ട്, അപ്പോൾ നമുക്ക് കൃപ വരും. കൃപ നമ്മിലേക്ക് ഒഴുകും. അപ്പോൾ പാപം കർത്തൃത്വം നടത്താത്ത ജീവിതം നയിക്കാനിടയായിട്ട് എന്നെ കേൾക്കുന്നവർ ഒരു പക്ഷെ അനേക നാളുകളായിട്ട് രഹസ്യ ജീവിതത്തിൽ ചില പ്രത്യേക പാപ സ്വഭാവങ്ങൾ അടിമപ്പെട്ടവരായിട്ട് നിങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള നിഗളമാണ് അതിന് കാരണം. അതിനെ വെറുക്കുവാൻ, അതിനെ മാറ്റുവാൻ നിലപാട് കർത്താവിന്റെ മുമ്പാകെ വീഴുക. ദൈവമേ, എനിക്ക് സാധിക്കുന്നില്ല, എന്നാൽ സാധിക്കാത്തത് നിന്നാൽ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സഹായിക്കണേ എന്നുള്ള നിങ്ങളുടെ ഉൾക്കടമായ ആഗ്രഹം നമ്മുടെ അരുമനാഥനോട് അറിയിച്ചാൽ ആ രീതിയിൽ നിങ്ങൾ താഴുവാൻ മനസ്സുള്ളവരായിട്ട് ദൈവം ധാരാളം കൃപ തരും. പാപം കർത്തൃത്വം നടത്താത്ത ജീവിതം നയിക്കാനായിട്ട് ഇടയായിട്ട് തീരും. ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളൊക്കെ ഓർപ്പിക്കാനുണ്ടായിരുന്നു. ഞാനത് പറയുന്നില്ല, അടുത്ത ആശയത്തിലേക്ക് പോകുന്നു. അടുത്ത സത്യം,
ഈ വാക്യങ്ങളൊന്നും നിരീക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യൂദയുടെ ലേഖനം 5, 6, 7, 11, 14 വാക്യങ്ങൾ ഒന്ന് വായിച്ച് നിരീക്ഷിച്ച് എന്താണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? യൂദ എഴുത്തുകാരൻ്റെ പ്രത്യേകതയായിട്ടും പറയാൻ പറ്റും. ഉറക്കം വായിക്കേണ്ട, ഒരു ഉറക്കം വരാതിരിക്കാനായി പറയുന്നതാണ്. 5-ാം വാക്യം, 6-ാം വാക്യം, 7-ാം വാക്യം, 11, 14 ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. രണ്ട് മൂന്ന് വാക്യങ്ങളെങ്കിലും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയം പോകുന്നത് ഞാൻ തന്നെ പറയാം, എന്തായാലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. വേറെ ഒന്നുമല്ല, 5-ാം വാക്യത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, വായിക്കണ്ട, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം തിരുവഴുത്തിലെ ചില കാര്യങ്ങളാണ്. അതുപോലെ 6-ാമത്തെ വാക്യം, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത അപ്പോൾ അത് ദൂതന്മാരുടെ വീഴ്ചയെക്കുറിച്ച് തിരുവഴുത്തിലുള്ളതാണ്. 7-ാം വാക്യം, സോദോമും ഗോമോറയും തിരുവഴുത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പഠിക്കാൻ കഴിയുന്നത് 25 വാക്യങ്ങളേ ഉള്ളൂ. യൂദ എഴുതുമ്പോൾ വാക്യങ്ങളായിട്ട് തിരിച്ചിട്ടില്ല. പിന്നീട് ആണ് നമുക്കറിയാം, നവോത്ഥാനത്തിന് ശേഷമാണ് ഇങ്ങനെ വാക്യങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. ആ തിരിച്ചാലും പേരിന് മറന്നു. അപ്പോൾ ഈ 25 വാക്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5, 6, 7, 11, 14 ഇത്രയും വാക്യങ്ങൾ പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കാനും പിന്നെ ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഇല്ലാത്തത് എന്നാൽ അന്ന് വളരെ പ്രസക്തമായിട്ട് ചിന്താഗതിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടെ പറയാൻ ഉപയോഗിച്ചതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം ദൈവവചനത്താൽ നിറഞ്ഞവനായിരുന്നു യൂദ എന്നുള്ളതാണ്. ദൈവവചനത്താൽ നിറഞ്ഞവനായിരുന്നു യൂദ. എന്താ അതിൻ്റെ പ്രസക്തി? അതൊന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്താൽ നിറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷം. നമുക്കറിയാം, പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പിന്തുടരുവാൻ ഒരു നല്ല മാതൃക കാഴ്ചയോടെ കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിക്ഷണറി നമ്മുടെ കർത്താവാണ്. എല്ലാ കാര്യത്തിനും അവൻ നമുക്ക് ധൈര്യമായിട്ട് റെഫർ ചെയ്യാം. അങ്ങനെ ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ദൈവവചന ധ്യാനത്തിൻ്റെതായ ക്രമം ഞാൻ ഈ വർഷത്തിൽ മാറ്റിയപ്പോൾ അപ്പോൾ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതുകൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു പോകാൻ സന്തോഷം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. ഈ സത്യത്തിൽ നമ്മുടെ കർത്താവിന്റെ മാതൃകയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ബുദ്ധിമതിയിലും വിസ്മയവും തോന്നി. ഓക്കെ, ഇപ്പോൾ കർത്താവിന് പ്രായം ലൂക്കോസ് 2-ൽ 12 വയസ്സാണ്. ഞാൻ വേഗത്തിൽ പറയാം. ലൂക്കോസ് 2-ൽ കർത്താവിൻ്റെ പ്രായം 12. പക്ഷെ കർത്താവിൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ടാണ് 47 നമുക്ക് വായിച്ചത്. അവൻ്റെ വാക്ക്, 12 വയസ്സുള്ള കർത്താവിൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ഇനി ഈ കേട്ടവരാരാണെന്നുള്ളത് നിങ്ങൾ അറിയാമല്ലോ. നിങ്ങൾ വീട്ടിൽ പോയിട്ടായാലും തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ന്യായപ്രമാണം അന്ന് കാലത്ത് തിരുവെഴുത്ത് അത് അരച്ച് കലക്കി കുടിച്ച പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. ദൈവവചനം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ദൈവവചനം വളരെ വ്യക്തമായി അറിയാവുന്നവരാണ്. എന്നാൽ അറിയാവുന്നവർക്ക് 12 വയസ്സുകാരനായ കർത്താവിൻ്റെ വാക്കുകൾ അവർ വിസ്മയം ക്ഷമിപ്പിക്കാനിടയായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? ദൈവവചനത്താൽ നിറഞ്ഞവൻ എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. എങ്ങനെയാണ് 12 വയസ്സുള്ള കർത്താവിനെ സാധിച്ചത്? ഞാൻ കുറേ യൗവനക്കാരികളെ കാണുന്നു, ചില ചെറുപ്പക്കാരെ കാണുന്നു. എങ്ങനെയാണ് അവർക്ക് സാധിച്ചത്? നിങ്ങളുടെ വചനം പഠിക്കുമ്പോൾ നമ്മളത് ഭാവനയിൽ കൊണ്ടുവരുന്നത് നമുക്ക് ആ കാര്യം കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഭാവനയിൽ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് 12 വയസ്സുള്ള യേശുവിനെ വചനം അരച്ച് കലക്കി പിടിച്ച ആ പണ്ഡിതന്മാരെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട് തീർന്നത്? ഞാനെന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചു. തെക്ക് ഭാഗമാണ് ഇസ്രായേലിലെ തെക്ക് ഭാഗം. വടക്ക് ഭാഗത്താണ് നസ്രത്ത്. കർത്താവ് നസ്രത്തുകാരനാണ്. നസ്രത്തിലാണ് അവൻ വളർന്നത്. ഇപ്പൊ നസ്രത്തിൽ യഹൂദന് ഒരു ദേവാലയമേ ഉള്ളൂ, അത് യെരുശലേമിലാണ്. എന്നാൽ നസ്രത്തിൽ 10 യഹൂദന്മാർ
കൂടുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കൂടുമ്പോൾ അവർ സിനഗോഗുകൾ ഉണ്ടാക്കും, ചെറിയ ചെറിയ പള്ളികൾ ഉണ്ടാക്കും, നമ്മളെ പോലെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടാക്കും. നമ്മുടെ ഈ എറണാകുളത്തുണ്ടല്ലോ അങ്ങനെയുള്ള സിനഗോഗ്. അങ്ങനെ നസ്രത്തിലുള്ള സിനഗോഗിൽ എല്ലാ ശനിയാഴ്ചയും കർത്താവ് കടന്നു പോകുമായിരുന്നു. ഒരു പക്ഷേ ഞാൻ ഭാവനയിൽ കാണുന്നത് 5 വയസ്സിൽ ചിന്തിക്കാം. 5 വയസ്സിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല എന്ന് തരും. അപ്പൊ 5 വയസ്സ് തൊട്ട് കർത്താവ് ഓരോ ആഴ്ചയും സിനഗോഗിൽ പോകുന്നു. ഓരോ ആഴ്ചയും സിനഗോഗിൽ പോകുമ്പോൾ നമ്മളെ പോലെ പിടിക്കാനായിട്ട് വേദപുസ്തകമില്ല. കാരണം കർത്താവ് ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. ആശാരിയുടെ മകനാണ്. അന്ന് പുസ്തക ചുരുളാണ്, നമ്മുടെ തുകൽ ചുരുളുകളാണ്. നമ്മുടെ ഇന്നത്തെ പോലെ പുസ്തകങ്ങളില്ല. ചുരുൾ മേടിക്കാൻ ധാരാളം പണം ആവശ്യമാണ്. നമ്മുടെ കർത്താവ് സമ്പന്നനല്ല. ആ കാലഘട്ടത്തിൽ മനുഷ്യനായി വന്നപ്പോൾ സമ്പന്നനായിരുന്നെങ്കിലും അവനിപ്പോൾ ദരിദ്രനാണ്, നമ്മെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ന്യായപ്രമാണ പുസ്തകം മേടിക്കാനായിട്ടുള്ള പൈസയില്ല, ചുരുളില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? 12 വയസ്സുള്ള കർത്താവ് ഇവിടെ പണ്ഡിതന്മാരെ വിസ്മയിപ്പിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. പിന്നെ എങ്ങനെ കർത്താവിന് അത് സാധിച്ചു? നമുക്കറിയാം, 5 വയസ്സ് തൊട്ട് കണക്കാക്കി 5, 6, 7, 8 അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ പോകും. ഓരോ ആഴ്ചയിലും ആ സിനഗോഗിൽ വായിച്ചു കേൾക്കുന്ന തിരുവെഴുത്തുകൾ താനുള്ളിൽ സംഗ്രഹിച്ച് ആ ഒരാഴ്ച മുഴുവൻ വീട്ടിൽ ചെന്ന് നമ്മെ പോലെ വായിക്കാനായിട്ട് പുസ്തകമില്ല. പക്ഷെ ഈ കേൾക്കുന്ന വചനം ഉള്ളിൽ സംഗ്രഹിച്ച് അവൻ അതിൽ നിറഞ്ഞവനായി തീർന്നു. അതുകൊണ്ട് 12-ാമത്തെ വയസ്സിൽ തിരുവെഴുത്തുകൾ അരച്ച് കലക്കി സ്വന്തമായി തിരുവെഴുത്തുകൾ കൈവശമുണ്ടായിരുന്നു. ആ സമ്പന്നരായ ആ മത നേതാക്കന്മാർ വിസ്മയിപ്പിക്കാൻ കർത്താവിനിടയായിട്ട് തീർന്നു. പ്രിയമുള്ളവർ, എത്ര ട്രാൻസ്ലേഷനാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരുന്നു. നമ്മുടെ ഒരു വിരൽ തുമ്പിൽ തന്നെ അനേക ട്രാൻസ്ലേഷൻസ് നമുക്ക് അവൈലബിൾ. എന്നാൽ നമുക്കിന്ന് വിസ്മയം ജനിപ്പിക്കാൻ നമ്മുടെ സഹപ്രവർത്തകരോടും സഹവിശ്വാസികളോടും സാധിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവവചനത്താൽ നിറഞ്ഞവരായ, കേവലം ശുശ്രൂഷിക്കാനായിട്ട് മാത്രം തിരുവെഴുത്തുകൾ പഠിക്കുന്നവരായും കേവലം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല നല്ല ചിന്തകൾ പങ്കുവയ്ക്കുവാൻ തിരുവെഴുത്തുകൾ ചിന്തിക്കുന്നവരായിട്ട് നാം അധപതിച്ചിരിക്കുകയാണ്. അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് മാത്രമാകുന്നതാണ് അധപതനമെന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ദിനംതോറും ദൈവവചനത്താൽ നിറഞ്ഞ് സമ്പന്നനായി നാം തീരണം എന്നുള്ളതാണ്. യൂദ ആ പേരിൽ തന്നെ എൻ്റെ എഴുത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവവചനത്താൽ നിറഞ്ഞവനായിരുന്നു എന്നുള്ളതാണ്. നിറഞ്ഞവനായിരുന്നു. അടുത്തൊരു പാഠം വേഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചറിവുള്ളവനാണ്. എന്താണ് തിരിച്ചറിവ്? പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സത്യം എനിക്ക് പ്രകാശം ലഭിച്ചത്? അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറയാൻ സാധിക്കും. തിരിച്ചറിവുള്ളവർ. 1-ാം വാക്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് അത് പറയുന്നത്. ഓക്കെ, ഞാൻ തന്നെ പറയാം. യേശു ക്രിസ്തുവിൻ്റെ ദാസനാരാണ് എന്നുള്ളത് എനിക്കറിയാം. യാക്കോബിന്റെ സഹോദരനായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. ക്രിസ്തുവിൻ്റെ തൻ്റെ എന്നുള്ള പ്രയോഗമാണ് ഈ തിരിച്ചറിവുള്ളവൻ എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കിയിടയായിട്ട് തീരും. താൻ ആരാണെന്നും തൻ്റെ അനുവാചകരാരാണെന്നൊക്കെ വ്യക്തമായ തിരിച്ചറിവ് തനിക്കുണ്ടായിരുന്നു. അത് താൻ വെളിപ്പെടുത്തുന്നതിൽ പഠിക്കുന്നില്ല. വളരെ മനോഹരമായ ഒരു പ്രായോഗിക പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും. നാം ആരാണെന്നും നാം എങ്ങനെയുള്ളവരാണെന്നും നാം ശുശ്രൂഷിക്കുന്നവർ എങ്ങനെയുള്ളവരാണെന്നും വ്യക്തമായ തിരിച്ചറിവ് ശുശ്രൂഷാമുഖത്തുള്ളവർക്ക് ഉണ്ടാകേണ്ടത് അനുപേക്ഷണീയമായ ഒരു സത്യമായിട്ട് ഇരിക്കുകയാണ്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം 3-ാമത്തെ വാക്യത്തിലാണ്. അത് മറ്റൊന്നുമല്ല, ആത്മനിറവുള്ളവൻ എന്നുള്ളതാണ്. ആത്മനിറവുള്ളവൻ എങ്ങനെ അത് മനസ്സിലാക്കാനായി സാധിക്കും? 3-ാമത്തെ വാക്യത്തിൽ യൂദ എന്ന എഴുത്തുകാരൻ്റെ മറ്റൊരു പ്രത്യേകത, അവൻ ആത്മനിറവുള്ളവനാണ്. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പറയാൻ പറ്റുമോ? ഞാൻ വചനം പഠിക്കുന്ന രീതി നിങ്ങളിലൂടെ വരികൾക്കിടയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയും കൂടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കിങ്ങനെ കാണുന്നുണ്ട്, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് തോന്നി, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ എനിക്ക് തോന്നി.
ആ 3-ാം വാക്യത്തിൻ്റെ അവസാനം പ്രിയരിൽ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യും. അപ്പോൾ തൻ്റെ പ്രയത്നം പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പറയാം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത് തോന്നിപ്പിച്ചത് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് എഴുതാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവർ ആത്മനിറവുള്ളവരാണ്. നമ്മൾ ആത്മനിറവുള്ളവരാകും എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച ഈ മുഖവുരങ്ങൾ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് നമുക്ക് ഈ ലേഖനത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഞാൻ പ്രധാനമായിട്ടും പറയാനായിട്ട് ആഗ്രഹിച്ചത് ചില ഫാക്ട്സുകൾ ഈ ലേഖനത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നതിലുപരിയായിട്ട് എനിക്ക് പ്രകാശനമുണ്ടായത് ഈ എഴുത്തുകാരൻ്റെ പ്രത്യേകത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആരാധിക്കുന്നവർ നമ്മുടെ ആരാധനാ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. താഴ്മയുള്ളവർ, താഴ്മ പാപത്തെ ജയിക്കാൻ നമ്മെ സഹായിക്കും. ദൈവവചനത്താൽ നിറഞ്ഞവൻ, മാത്രമല്ല തിരിച്ചറിവുകൾ നാം ആരാണെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ആത്മനിറവുള്ളവർ ആ രീതിയിൽ വരും ദിവസങ്ങളിൽ ഈ എഴുത്തുകാരിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തിരുവെഴുത്തുകളുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആത്മീക വർധനവിനും ഇടയായി തിരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു. എൻ്റെ കുടുംബത്തെയും ഓർമ്മ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഞാൻ നിർത്തുന്നു. ദൈവനാമം ഓർമ്മപ്പെടുന്നു.